സ്റ്റാർട്ടിങ് മുതൽ പറയാം, അതായിരിക്കും ബെറ്റർ. ഇത് ഫുൾ ഫ്ലഡ്ജ് IC വെന്റിലേറ്ററാണ്. മാക്സ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. പ്രോഡക്റ്റ് ഇൻഡിജീനിയസ്, പ്യുവർ ഇൻഡിജീനിയസ് പ്രോഡക്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ട്യൂബിങ് നമ്മൾ ഇത് ഇൻസ്പിറേറ്ററി ട്യൂബ്, എക്സ്പിറേറ്ററി ട്യൂബ്, ടെസ്ലൻ വന്ന് നേരെ എക്സ്പിറേറ്ററി സൈഡ് വന്നു. ഈ ട്യൂബിങ് കണക്ട് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ വെന്റിലേറ്റർ ഓൺ ചെയ്യുക. വെന്റിലേറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് സെൽഫ് ചെക്ക്. ഈ ടൈമിൽ ഇത് ഇന്റേണലായിട്ട് ഇതിൻ്റെ ലീക്കേജ് ഉണ്ടോ, അതുപോലെ തന്നെ പ്രഷർ കാലിബ്രേഷനോ വോളിയം കാലിബ്രേഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് സെൽഫ് ചെക്ക് ഓക്കെ എന്ന് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ അതിൻ്റെ വർക്കിംഗ് മോഡിലേക്ക് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ ഇരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ ഫുൾ ഫ്ലഡ്ജ് IC വെന്റിലേറ്റർ ആണ്. അഡൽട്ട് കം പീഡിയാട്രിക് ആണ്. പീഡിയാട്രിക്ക് അപ് ടു 20, അതായത് ഇതിന്റെ മിനിമം ടൈഡൽ വോളിയം 20 ml ആണ്. ദാറ്റ് മീൻസ് അപ് ടു 2 kg വരെ റെക്കമെൻഡഡ് ആണ്. ഓക്കെ, ദെൻ എല്ലാ ഇതിന്റെ 15 മോഡ്സോളം ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാ മോഡ്സുകളും ഇതിൽ അവൈലബിൾ ആണ്. താനും നമ്മളത് 1 by 1 ആയിട്ട് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സമയം ഇത് സെൽഫ് ചെക്കാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഇത് ഇന്റേണൽ ആയിട്ടുള്ള ഇതിന് വേണ്ട എല്ലാ കാലിബ്രേഷൻസും ചെയ്ത് ഓക്കെ വരും. ഓക്കെ വന്നു കഴിഞ്ഞാലാണ് നമ്മളത് ഓപ്പറേഷൻ മോഡിലേക്ക് പോവുക. ഓക്കെ, ഇതാ ഫോർ എക്സാമ്പിൾ ഇത് സെൽഫ് ചെക്ക് ഓക്കെ വന്നു. പിന്നെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ന്യൂ പേഷ്യൻറ്റ്, സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ് സിറ്റി, അങ്ങനെ വരുന്നുണ്ട്. നമുക്ക് നിങ്ങളെ സംബന്ധിച്ച് ഇത് രണ്ടുമാണ്. ന്യൂ പേഷ്യൻറ്റ് മീൻസ് ന്യൂ പേഷ്യൻറ്റ്, അല്ലെങ്കിൽ സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ് സിറ്റി. ഞാൻ ന്യൂ പേഷ്യൻറ്റ് എൻ്റർ ചെയ്യാണ്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അഡൽട്ട് ഓർ പീഡിയാട്രിക് എന്ന് ചോദിക്കുന്നു. നമ്മൾ അഡൽട്ട് ആണെങ്കിൽ അഡൽട്ട് പ്രസ് ചെയ്തു. വെയിറ്റ് ചോദിക്കുന്നു, നോർമലി ചെയ്യുന്നത് ഒരു 60 വെയിറ്റ് കൊടുത്തു. വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നേരെ മോഡിലേക്ക് വന്നു. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ 15 മോഡ് ഉണ്ട്. മാൻഡേറ്ററി, SIMB, CPAP, ഇൻവേസീവ് ആൻഡ് നോൺ ഇൻവേസീവ്, ദെൻ ഓട്ടോ മോഡ്സ്, ബാക്കപ്പ് മോഡ്സ് അങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, ഇപ്പം നിൽക്കുന്നത് CME VZ-യിലാണ്. ഇതിന്റെ പാരാമീറ്റേഴ്സ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഈ കീസും ഈ ഒരു റോട്ടറി നോബ് വെച്ചാണ് നമ്മുടെ എല്ലാ ഓപ്പറേഷൻസും. ഓക്കെ, ടച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. വെന്റിലേറ്റർ, മോണിറ്റർ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അത് വരുന്നത്. ഇൻസ്പിറേറ്ററി ട്യൂബ് പോയി, ടെസ്ലൻ വന്നു, എക്സ്പിറേറ്ററി ഇവിടെ വന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ എക്സ്പിറേറ്ററി സൈഡ് കുറച്ച് ഞാൻ കാര്യങ്ങളുണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ലേറ്റർ ആയിട്ട്. അപ്പോൾ നമ്മൾ നേരെ മോഡിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഈ റോട്ടറി നോബ് വെച്ചാണ് നമ്മൾ എല്ലാ ഓപ്പറേഷൻസും സെലക്ട് ചെയ്യുന്നത്. നമ്മളൊരു ബേസിക് മോഡിലേക്ക് പോവാണ്. CME VC തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, CME VC മോഡ്. എൻ്ററിന് ഈ കീ തന്നെ എൻ്റർ ചെയ്തു. ദെൻ BPM, ബ്രത്ത് പെർ മിനിറ്റ് ചോദിക്കുന്നു, നമ്മൾ സെറ്റ് ചെയ്തു. ദെൻ ഐ റേഷ്യോ, യു ക്യാൻ TI ചോദിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഇൻസ്പിറേറ്ററി ടൈമിൽ നിങ്ങൾക്ക് മാറ്റാം, അല്ലെങ്കിൽ ഐ റേഷ്യോയിൽ മാറ്റാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മാറ്റണമെങ്കിൽ ഈ കീ ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് മാറ്റിയാൽ മതി. ഫോർ എക്സാമ്പിൾ നോർമലി ഒരു 1:2 ആണ് നമ്മൾ വയ്ക്കുന്നത്, 1:2 റേഷ്യോ. ഓക്കെ, അല്ലെങ്കിൽ ഇൻസ്പിറേറ്ററി ടൈമാണ് നിങ്ങൾക്ക് കൺസേൺ എങ്കിൽ അത് മാത്രമായിട്ട് മാറ്റാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് മാറിക്കോളും. ക്ലിയർ ആയാലും? ഓക്കെ, അത് എൻ്റർ അടിച്ചു. ദെൻ അടുത്ത് ചോദിക്കുന്നത് VTI, ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം നമ്മളൊരു എക്സാമ്പിൾ 500 സെറ്റ് ചെയ്തു. എൻ്റർ അടിച്ചു. പീപ്പ് ചോദിക്കുന്നു. ഓക്കെ, 5 ഓക്കെ. ദെൻ പ്രഷർ സേഫ്റ്റി. ഈ കീ എന്തെന്ന് ചോദിച്ചാൽ മറ്റ് വെന്റിലേറ്ററിൽ ഉണ്ടാകാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ സേഫ്റ്റിയാണിത്. പ്രഷർ സേഫ്റ്റി മീൻസ് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് 40 ആണ്. ഇതനുസരിച്ച് 40ക്ക് എബോവ് ഉള്ള ഒരു പ്രഷർ ഒരു കാരണവശാലും പേഷ്യന്റിന് മെഷീൻ കൊടുക്കില്ല. മനസ്സിലായോ? അതായത് എന്തെങ്കിലും കാരണവശാൽ ഇത് ഈ ഒരു അലാം വരാറുണ്ട്. പ്രഷർ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അലാം വരാം. പ്രത്യേകിച്ച് കോവിഡ് കേസുകളിൽ വരാറുണ്ട്. എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ 3 കാരണങ്ങളാണ്. ഒന്നെങ്കിൽ ഈ ട്യൂബ് തന്നെ ബ്ലോക്ക് ആവാം. ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രഷർ കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് പ്രഷർ ലിമിറ്റഡ് മീൻസ് എന്താണ്? അതിൻ്റെ അർത്ഥം നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന സേഫ്റ്റി ലിമിറ്റിനേക്കാൾ എബോവ് പോയോണ്ടാണ് ആ ലിമിറ്റഡ് എന്ന് പറഞ്ഞ അലാം വരുന്നത്. അപ്പോഴേ നോക്കുക ഈ സേഫ്റ്റി ലിമിറ്റ് എത്ര സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ ട്യൂബ് തന്നെ ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ ട്രക്കിൽ ട്യൂബ്, അല്ലെങ്കിൽ പേഷ്യൻസ് ആയിട്ട് സെക്രേഷൻസ് എന്തെങ്കിലും ഉണ്ടാവാം. അപ്പോൾ നോർമലി സക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഇനി അതുമല്ല എങ്കിൽ പേഷ്യൻ്റെ ലങ്സ് തന്നെ പ്രോബ്ലം ആവാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ സേഫ്റ്റി കൺസേൺ അനുസരിച്ച് എത്രയാണോ വെക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ പ്രഷർ റേസ് ചെയ്യേണ്ടതുണ്ടാവും. ഇത് നോർമലി ഈ കോവിഡ് കാലത്ത് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പ്രഷർ സെറ്റി മീൻസ് ഇറ്റ്സ് ആ സേഫ്റ്റി ലിമിറ്റാണ്. നമ്മൾ സെറ്റ് ചെയ്യുന്ന പ്രഷർ എത്രയാണോ അതിന് മേലെയുള്ള ഒരു പ്രഷർ പേഷ്യന്റ് കൊടുക്കുകയില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്. ഈവൻ സെക്രേഷൻ ഉണ്ടെങ്കിൽ അലാം ചെയ്യും. പ്രഷർ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അലാം വരും. പ്രഷർ ലിമിറ്റഡ് എന്നാണ് അലാം വരുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഇൻസ്പിറേറ്ററി ട്യൂബ് സൈഡിൽ എവിടെയോ ബ്ലോക്ക് ഉണ്ടെന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ ട്യൂബ് തന്നെ ബ്ലോക്ക് ആവാം. എന്തോ അല്ലല്ല PPക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. PPക്ക് ഏറ്റവും ഡിഫറെന്റ്. PPക്ക് മീൻസ് പീപ്പ് പ്ലസ് PCV ആണ് PPക്ക്. ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? ഇതിന് മേലുള്ള ഇതിന് മേലുള്ള ഒരു പ്രഷർ കൊടുക്കില്ല. സപ്പോസ് ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈഡൽ വോളിയം പേഷ്യന്റ് കിട്ടുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പേഷ്യന്റ് 450 കൊടുക്കണം, അല്ലെങ്കിൽ 500 കൊടുക്കണം.
നിങ്ങളുടെ പ്രഷർ നിങ്ങൾ സെറ്റ് ചെയ്തേക്കുന്ന ഒരു 25. നോർമൽ പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് ഒരു 25 അല്ലെ 30 25 സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ പേഷ്യന്റ് ഒരു 450 അല്ലെ 500 ടൈഡ് റോളിൽ കിട്ടും. നോർമൽ ഒരു ലങ്സ് ആണെങ്കിൽ. ഓക്കെ, അത്ര റിജിഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഈ പറയുന്ന 25 സെറ്റ് ചെയ്താലോ 30 സെറ്റ് ചെയ്താലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈഡ് റോളിംഗ് കിട്ടില്ല. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ പ്രഷർ ഉണ്ട്, ഒരു പരിധി കൂടുതൽ പ്രഷർ പേഷ്യന്റ് കൊടുക്കാനും പാടില്ല അല്ലേ? ശരിയല്ലേ? ലങ്സ് ഡാമേജ് ആണ്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രഷർ ഉണ്ട് തന്നെ എന്നാൽ വോളിയം എത്തുന്നില്ല. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഇൻക്രീസ് ദിസ് പ്രഷർ സേഫ്റ്റി. ഞാൻ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ പറയാം, സപ്പോസ് നിങ്ങൾ ഈ സേഫ്റ്റി 30 സെറ്റ് ചെയ്ത് വെച്ചു. ടൈഡൽ വോളിയം 500 ആണ് പേഷ്യന് വേണ്ടി. 30 മെഷീൻ എത്തി, പ്രഷർ ലിമിറ്റഡ് എന്നുള്ള ഒരു അലാമും വന്നു. പക്ഷെ 500 പകരം 400 ആ പേഷ്യന് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, 30 നിങ്ങൾ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്, 400 കിട്ടിയിട്ടുള്ളൂ. അപ്പം പ്രഷർ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അലാം വരും. കാരണം 30ക്ക് മേലെ മെഷീൻ പോവില്ല. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 500 കുറച്ചും കൂടെ നിങ്ങൾക്ക് വോളിയം വേണമെന്നുണ്ട്. ആ പേഷ്യന്റിന് 30 എന്നുള്ളത് നിങ്ങൾക്ക് ഒരു 35 വരെ ആക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് ഉണ്ട് അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സ്പേസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആ പേഷ്യന്റ് അതെ കംഫർട്ടബിൾ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് അല്ലേ? ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പി സേഫ്റ്റി 30 നിന്ന് 35 ആക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ പീക്ക് 35 എത്തും. അപ്പോൾ അതിനനുസരിച്ച് 400 എന്നുള്ള ഒരു പക്ഷേ 500 എത്തിന്ന് വരാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എഗെയിൻ പേഷ്യന്റിലാണ്. ക്ലിയർ ആയോ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു മാഡം എന്നോട് ചോദിച്ചാൽ പി പീക്കാണ്. പി പീക്ക് മീൻസ് പ്രഷർ പീക്കാണ്. ഇത് പി സേഫ്റ്റിയാണ്. രണ്ടാണ്. ക്ലിയർ? ഓക്കെ, വെച്ച് കഴിഞ്ഞാൽ വെന്റിലേറ്റർ CNV BC എന്ന് പറഞ്ഞ മോഡിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇതിൽ ഇനി ഞാൻ ഈ കീസും ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് അങ്ങനെ ആകെ കാണുമ്പോൾ നിങ്ങൾ എന്താണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഈ കീസിന്റെ ഇപ്പോൾ ഷോർട്ട് കീസാണ്. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ CNV BC എന്ന് പറഞ്ഞ മോഡ് സെറ്റ് ചെയ്തു. സപ്പോസ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പാരാമീറ്റർ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മോഡിലേക്ക് എൻ്റർ ആവാതെ ഈ കീസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പാരാമീറ്റർ മാറ്റാം. ക്ലിയർ? ഓക്കെ, ഇപ്പം 500 ടൈഡൽ വോളിയം 500 വന്നു. സപ്പോസ് ഡോക്ടർ വർക്കാണ് 500 പോരാ പേഷ്യന്റ് കുറച്ചും കൂടെ വോളിയം ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നേരെ ഇത് VT എന്ന് പറഞ്ഞ കീ ഉണ്ട്, ഇത് പ്രസ് ചെയ്യും. ഇവിടെ നിങ്ങളോട് അൺലോക്ക് ചോദിക്കുന്നുണ്ട്. കാരണം ഇത് 30 വൺസ് നമ്മൾ ഒരു ആക്ഷനും ഇല്ലെങ്കിൽ 30 സെക്കൻഡ്സിനുള്ളിൽ ഇത് ലോക്കാവും. പിന്നെ നിങ്ങൾ ഇത് അൺലോക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ടൈം കൗണ്ട് ഡൗൺ. ഓക്കെ, ഇത് VTI നിങ്ങൾക്ക് പ്രസ് ചെയ്യുക. നേരെ 500 എന്നുള്ളത് 550 ആകുക. മനസ്സിലായോ? അപ്പോൾ ഇനി ഈ കീസോ നിങ്ങളുടെ ഈ സെറ്റ് ചെയ്തേക്കുന്ന മോഡുമായിട്ട് ബന്ധപ്പെട്ട പാരാമീറ്റർ മാത്രമേ നിങ്ങളെ മാറ്റാൻ അനുവദിക്കുള്ളൂ. വേറെ ഒന്നും സമ്മതിക്കില്ല. ഫോർ എക്സാമ്പിൾ ഇത് വോളിയം കൺട്രോൾ മോഡാണ്. ഈ സമയത്ത് നിങ്ങൾ PC മാറ്റാൻ കഴിഞ്ഞാൽ നോട്ട് സെറ്റബിൾ എന്ന് പറയും. അങ്ങനെ ഈ മോഡിന് കൺസേൺ ആയിട്ടുള്ള പാരാമീറ്റർ മാത്രമേ സെറ്റ് ചെയ്യാൻ അനുവദിക്കുള്ളൂ. ക്ലിയർ ആയാലും? അപ്പോൾ ഇത് ഷോർട്ട് കീസാണ്. ഇതാണ് നിങ്ങളുടെ വേറെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉള്ള സെക്ഷനാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാ പാരാമീറ്ററും. സപ്പോസ് നിങ്ങൾക്ക് ബ്രത്ത് പെർമിറ്റ് മാറ്റണം, 12 എന്നുള്ളത് 14 ആക്കണം. മനസ്സിലായോ? FAQ മോഡ് സെറ്റിംഗിലല്ല, സെപ്പറേറ്റ് ആണ്. FAQ ആ പേഷ്യന്റ് ഉദ്ദേശിക്കുന്ന സാച്ചുറേഷൻ കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഷോർട്ട് കീസാണ്. ദെൻ ഈ സെക്ഷനിൽ നിങ്ങൾക്ക് 100% ഇത് ഞാൻ ആപ്ലിക്കേഷൻ സ്പേസ് ആണ് ഈ കീസ് വരുന്നത്. 100% ഓക്സിജൻ സാച്ചുറേഷൻ. സെക്ഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് പേഷ്യനെ എൻട്രി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് ചെയ്യുക, ഓൺ ചെയ്യുക, ടൈം കൊടുത്തു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് നേരത്തേക്കാണ് നിങ്ങൾക്ക് പേഷ്യൻ്റ് എൻട്രി ചെയ്യേണ്ടത്. ഓക്സിജൻ സാച്ചുറേഷൻ 100% കൊടുക്കേണ്ടത് അതിലേക്ക് നിങ്ങൾക്ക് പോകാം. അതിനാണ് 100% വരുന്നത്. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ പറയാമോ? ഓക്കെ, ഇത് നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സക്ഷൻ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിനെ ഓക്സിജൻ എൻട്രി ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കൊടുക്കാം. ഈ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഓൺ ഓഫ് ചോദിക്കുന്നത്, ഓൺ ചെയ്യുക, ടൈം സെറ്റ് ചെയ്യുക. അപ്പോൾ 4 മിനിറ്റ് 5 മിനിറ്റ് എത്രയാണ് ടൈം സെറ്റ് ചെയ്തത്? അപ്പോൾ ആ ടൈമിലേക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് നമ്മുടെ സെറ്റിംഗ് നമ്മൾ 100% ആയിരിക്കും പേഷ്യൻ്റ്. ഇപ്പോൾ ഓൾറെഡി 100% പേഷ്യൻ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ ടൈം കൗണ്ട് ഡൗൺ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് മോഡിൽ തിരിച്ച് ബാക്കി എന്താണ് സെറ്റിംഗ് അതിലേക്ക് വരും. നോക്കിയാൽ ഏതാ സാച്ചുറേഷൻ കൂടി വരുന്നു. ഓക്കെ, 100% ഓക്സിജൻ ആയിരിക്കും പേഷ്യൻ്റ് എടുക്കുന്നത്. പേഷ്യൻ്റ് എൻറിച്ച് ചെയ്യണം. ഇപ്പോൾ സക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു വർക്ക്. ഓക്കെ, ആപ്ലിക്കേഷൻ. ദെൻ അടുത്ത നെബുലൈസർ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നെബുലൈസർ കിറ്റ് ഇതിൽ നിന്ന് തന്നെ നെബുലൈസേഷൻ കൊടുക്കാൻ പറ്റുന്നത്. അതായത് ജസ്റ്റ് ഐ വിൽ ഷോ. ഞാനിതൊന്ന് ഓഫ് ചെയ്യണം. ഓക്സിജൻ
നെബുലൈസർ എന്താണെന്ന് വെച്ചാൽ ഇതും ഇതുപോലെ തന്നെ ഇതിൽ നിന്ന് ഓൺ ചെയ്യുക. ഇതാണ് നെബുലൈസർ സ്വിച്ച്. ഇതിൽ നിന്ന് നിങ്ങൾ ടൈം സെറ്റ് ചെയ്യുന്നത് 5 മിനിറ്റ് എത്രയാണ് നെബുലൈസേഷൻ ടൈം സെറ്റ് ചെയ്യുന്നു. റേഷ്യോ എന്ന് പറയുന്ന ഒരു അടുത്ത ഒരു പാരാമീറ്റർ ചെയ്യുന്നുണ്ട്. ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ അതിനൊരു 10% അല്ലെങ്കിൽ 20% വയ്ക്കുന്നു. സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് 20% നെബുലൈസേഷൻ. ആ പവർ ത്രൂപുട്ടാണ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോളൂ ആ സൗണ്ട്. ഓക്കെ, ഇത് വേറൊന്ന് ഇത് ഓർക്കുക, ഇത് കണ്ടിന്യൂസ് നെബുലൈസേഷൻ അല്ല. ചില വെന്റിലേറ്ററിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് നെബുലൈസേഷൻ ഉണ്ട്, പക്ഷേ ഇത് കണ്ടിന്യൂസ് അല്ല. നിങ്ങൾ എത്രയാണ് ബ്രത്ത് സെറ്റ് ചെയ്യുന്ന അത്ര ബ്രത്ത് ആയിരിക്കും. ഇൻസ്പിറേറ്റഡ്, അതായത് ഇൻസ്പിറേറ്റഡ് ടൈമിൽ മാത്രമേ പേഷ്യന് കിട്ടുള്ളൂ. ഇത് അനദർ അഡ്വാൻറ്റേജ് ആണ്. ചില വെന്റിലേറ്റർ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് നെബുലൈസേഷൻ ആയിരിക്കും. അതായത് ഇൻസ്പിറേറ്ററിന്റെ എക്സ്പിറേറ്ററി ടൈമിൽ നെബുലൈസേഷൻ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതങ്ങനെയല്ല, ഇത് ഇൻസ്പിറേറ്ററി ടൈമിൽ മാത്രമേ നെബുലൈസേഷൻ തോന്നുള്ളൂ. ഓക്കെ, ഞാൻ ആ റേഷ്യോ ഒന്ന് ആ സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഞാനതൊന്ന് കൂട്ടുവാണ്. ത്രൂപുട്ട് കൂടിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് ആ ഡ്രഗ്സ് എത്ര പെട്ടെന്ന് സെയിം കപ്പ് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന നെബുലൈസർ കപ്പ് തന്നെയാണ്. ഡ്രഗ്സ് നിങ്ങൾ ഉപയോഗിക്കുന്നു. ശേഷം ഇത് ടി കണക്ടറാണ്. ഇൻസ്പിറേറ്റഡ് ട്യൂബിലൂടെ നിങ്ങൾ കണക്ട് ചെയ്യുന്നു. ഈ ട്യൂബ് ഇവിടെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? നിങ്ങൾക്കാണെങ്കിൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമല്ലോ. മനസ്സിലായല്ലോ? അത് അതാണ് ആ റേഷ്യോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, ടൈം സെറ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത് ഓഫ് ആവും. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് ചെയ്തു, 5 മിനിറ്റ് നേരത്തേക്ക്. ഓക്കെ, ഓഫ് ചെയ്തോട്ടത്. ഇത് അപ്നിയ ബാക്കപ്പ് ടൈമാണ്. ബാക്കപ്പ് മോഡിൽ ടൈം സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ മോഡിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. ദെൻ പേഷ്യൻ്റ് സെലക്ട് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്യുക. ഇത് കോൺഫിഗറേഷൻ ആണ്, നമ്മുടെ സർവീസായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് ഈ കീ ഇപ്പോൾ ആവശ്യം വരുന്നതാണ് സ്റ്റാൻഡ് ബൈ. സ്റ്റാൻഡ് ബൈ ഇട്ട് കഴിഞ്ഞാൽ മെഷീൻ സ്റ്റാൻഡ് ബൈ ആയിരിക്കും. സപ്പോസ് നിങ്ങൾക്ക് പേഷ്യൻ്റ് വരുന്നു, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാരാമീറ്റർ നിങ്ങൾക്ക് സ്റ്റാഫ് നേഴ്സിനോട് സെറ്റ് ചെയ്യാൻ പറയുന്നു. അവർ സെറ്റ് ചെയ്യുന്നു, നേരെ സ്റ്റാൻഡ് ബൈ ഓൺ ചെയ്തു, മെഷീൻ സ്റ്റാൻഡ് ബൈ ആയി. പേഷ്യൻ്റ് വന്നു ഇമ്മീഡിയറ്റ് നിങ്ങൾക്ക് നേരെ ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് വെന്റിലേഷൻ. സോ യു ക്യാൻ സേവ് ദാറ്റ് ടൈം. ഓക്കെ, സ്റ്റാൻഡ് ബൈ. ദെൻ ഇത് അലാം സെറ്റിംഗ് ആണ്. അലാം സെറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇനി ഞാൻ ഈ ബോക്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത് കണ്ടില്ല, നിങ്ങൾക്ക് ഓരോ ബോക്സ് ആയിട്ട് കാണാം. ഞാൻ ഇതിങ്ങനെ പറയുന്നത് ഈ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ. ഞാൻ പറഞ്ഞത് ഇത് വെന്റിലേറ്റർ ഇവിടെ കിട്ടുന്ന ഈ ഡിസ്പ്ലേ കിട്ടുന്ന അതേ പാരാമീറ്ററുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഗ്രാഫും ഗ്രൂപ്പും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് ഇത് മെഷേർഡ് പാരാമീറ്റേഴ്സ് ആണ്. സെറ്റ് പാരാമീറ്റേഴ്സ് ഇതിലായിരിക്കും ഉണ്ടാവും, വെന്റിലേറ്റർ സ്ക്രീനിലാണ് ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് മെഷേർഡ് പാരാമീറ്റർ ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. സോ അത് നിങ്ങൾക്ക് ബിഗ് സ്ക്രീന് ബിഗ് ഡിജിറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അഡീഷണൽ ആയിട്ട് ഗ്രാഫും ഉണ്ടാവും, ഗ്രൂപ്പും ഉണ്ടാവും. അത്രേ ഉള്ളൂ ഇതിൽ. അല്ലാതെ ഇതിൽ വേറെ ടച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല സ്ക്രീനിൽ. ഓക്കെ, ഇനി അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മളിവിടെ VTI ഞാൻ പറഞ്ഞ ടൈഡൽ വോളിയം 550 ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നു. നമുക്കിത് മെഷേർഡ് കിട്ടുന്നു. മെഷേർഡ് ദെൻ 2 എണ്ണം അപ്പുറം ഇപ്പുറം കൊടുത്തിട്ടുണ്ട്. ഇത് അപ്പർ ആൻഡ് ലോവർ അലാം ലിമിറ്റാണ്. ഓക്കെ, അത് അതിൻ്റെ അർത്ഥം ഇപ്പം ഫോർ എക്സാമ്പിൾ 610 സെറ്റ് ചെയ്തു. ഞാൻ ഈ കീ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് പറയുന്ന കാര്യമാണിത്. 610 സെറ്റ് ചെയ്തിരിക്കുന്നു, ലോവർ അലാം 270 സെറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ സപ്പോസ് ഈ 550 ഇതിൻ്റെ ഈ ഇപ്പോഴത്തെ സെറ്റിംഗ് അനുസരിച്ച് 610 മേലെ പോയി കഴിഞ്ഞാൽ VTI ഹൈ എന്ന് പറഞ്ഞ അലാം വരും. ഓക്കെ, 270 താഴെ പോയി കഴിഞ്ഞാൽ VTI ലോ എന്ന് പറയും. അപ്പം ഈ അലാം സെറ്റിംഗ് അപ്പർ ആൻഡ് ലോവർ അലാം സെറ്റിംഗ് ചേഞ്ച് ചെയ്യാനുള്ള എല്ലാ ഫങ്ഷൻസും ചെയ്യാണ് ഉള്ളത്. അതാണ് ഈ അലാം സെറ്റിംഗ് കീ ഏതെടുത്താണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ ഓരോ ബോക്സുകളും. ഇത് നമ്മൾ എന്താ ബ്രത്ത് പെർമിറ്റ് സെറ്റ് ചെയ്ത് 15 കിട്ടുന്നു. ബ്ലൂ കളറും മെഷേർഡ് കിട്ടുന്നു. ഓക്കെ, ഇതിവിടെ കാണിക്കുന്നുണ്ട് സ്പോണ്ടേനിയസ് ബ്രത്ത്, മിനിറ്റ് വോളിയം, മിനിറ്റ് എക്സ്ട്രാക്ട് വോളിയം, പീപ്പ്, TP. ഓക്കെ, അപ്പോൾ ഇത് പീപ്പ് അതുപോലെ തന്നെ അതിൻ്റെ അപ്പർ അലാം ലോവർ അലാം സെറ്റ് ചെയ്യുന്നു. അപ്പം അലാം സെറ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു കീ ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അലാം വരുന്നു, ആ അലാം ഓക്കെയാണ്. അപ്പോൾ അലാം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അലാം സെറ്റിംഗിൽ പോയിട്ട് അതിൻ്റെ അപ്പർ ലിമിറ്റോ അല്ലെങ്കിൽ ലോവർ ലിമിറ്റോ ഏതാണോ കൺസേൺ ആയിട്ടുള്ള അലാമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുക. ഓക്കെ, പിന്നെ മാനുവൽ ബ്രത്ത് നിങ്ങൾക്ക് എന്താ ഒരു എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഒരു മാനുവൽ ബ്രത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്. ജസ്റ്റ് റൗണ്ട് ഒരു പേഷ്യൻ്റ് ഒരു അഡീഷണൽ ആയിട്ട് ഒരു മാനുവൽ ബ്രത്ത് കൊടുക്കണം. അതിനുള്ളൊരു കീ ആണ്. നിങ്ങൾ ഓരോ തവണ കൊടുക്കുന്നതനുസരിച്ച് മാനുവൽ ബ്രത്ത് അഡീഷണൽ ആയിട്ട് കിട്ടും പേഷ്യൻ്റ്. ഓക്കെ, ഇത് ഇൻസ്പിറേറ്ററി ഹോൾഡാണ്. ഇൻസ്പിറേറ്ററി ഹോൾഡ് ആവും, ഹോൾഡ് ചെയ്യുന്ന ഇത്രയും ടൈം. ഓക്കെ, പ്ലേറ്റിയോ കാൽക്കുലേഷൻ അതുപോലെ തന്നെ എക്സ്റേ എടുക്കുന്ന ടൈമിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻസ്പിറേറ്ററി ഹോൾഡ് ചെയ്യാനുള്ള. ഓക്കെ, ഞാൻ ഇത് പ്രഷർ സേഫ്റ്റി ലിമിറ്റ് ഞാൻ മുമ്പേ പറഞ്ഞു. സേഫ്റ്റി ലിമിറ്റ് ഇവിടെ P 40 സെറ്റ് ചെയ്തു. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റണമെങ്കിൽ മാറ്റാം. 35 എത്രയാണ് മാറ്റണമെങ്കിൽ ആക്കാം.
ഓക്കെ. ഇപ്പോൾ ഈ സെറ്റിംഗ് അനുസരിച്ച് ഇവിടെ നോക്കുക, പ്രഷർ പി പിക്ക് 29 ആണ്. ഓക്കെ, ഇതിപ്പം 35 വരെ പ്രഷർ കൊടുക്കും. അതാണ് ഇതിൻ്റെ സെറ്റിംഗ് അർത്ഥം. ക്ലിയർ? ഓക്കെ. അപ്പോൾ ദെൻ അലാം മ്യൂട്ട്, ഇതിൽ അലാം വന്നിട്ടുണ്ട്, ജസ്റ്റ് മ്യൂട്ട് ചെയ്യാൻ 90 സെക്കൻഡ്സ് നേരത്തേക്ക് മ്യൂട്ട് ആവും, ഇത് വീണ്ടും വരും. ദെൻ ലോക്ക് ആൻഡ് അൺലോക്ക്. ഇത്രയാണ് ഈ കേസ്. ദെൻ ഇത് മെഷീൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നതാണ് പവർ. ഇത് ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, ഏതാണ്ട് 1 hour ബാറ്ററി ബാക്കപ്പ് തന്നെ ഉണ്ട്. പവർ പോയാലും മെഷീൻ വർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്ന വിൻഡോ ആണിത്. ഇത് എയർവേ പ്രഷർ കാണിക്കുന്നു. ഈ കാണിക്കുന്ന പ്രഷർ തന്നെയായിരിക്കും കാണിക്കുന്നത്. 30. ദെൻ പീപ്പ് ഉണ്ടാവും, ഈ 4 കാണിക്കുന്നുണ്ടാവും. അത് ഡിജിറ്റലായിട്ട് ഇത് കാണിക്കും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സെക്ഷൻസ്. ഇനി വീണ്ടും ഒരു മോഡിലേക്ക് പോകാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ VC ആണ്, ഇതിൻ്റെ CN PC ആണ്. PC ആകുമ്പോഴത്തെ ആ ചേഞ്ച് ടൈഡൽ വോളിയത്തിന് പകരം നിങ്ങൾ TCV സെറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത്രയേ ഉള്ളൂ. കാണിക്കണോ? ഓക്കെ, ശരി. അൺലോക്ക് ചെയ്ത് PC ഇതുപോലെ തന്നെ എൻ്റർ അടിക്കുന്നു. പെർമിറ്റ് ചോദിച്ചു. ഐ റേഷ്യോ 1:4. ഇത് നമുക്ക് 1:2 ആക്കണം. മാറുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. 1:2 ആയി. എൻ്റർ അടിച്ചു. ദെൻ PCV ചെയ്യുന്നു. DTക്ക് പകരം PCV ചെയ്യുന്നു. 24 വയ്ക്കുന്നു. ഓക്കെ. ഇപ്പം മെഷീൻ പ്രഷർ കൺട്രോൾ മോഡിലായി. മുമ്പ് നമ്മൾ മെഷീൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വോളിയം കൺട്രോൾ മോഡായിരുന്നു. ഇപ്പോൾ പ്രഷർ കൺട്രോൾ മോഡ്. അതിൻ്റെ അർത്ഥം പ്രഷറിനെ ആയിരിക്കും നമ്മളിപ്പോൾ ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഈ സമയത്ത് നിങ്ങൾ PCV മാറ്റാം, പക്ഷെ അതേസമയം VTI മാറ്റാൻ പറ്റും. നോട്ട് സെറ്റബിൾ ആയി. ക്ലിയർ? ഇത്രയുള്ള വ്യത്യാസം വേറെ ഒന്നുമില്ല. മുമ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഉണ്ടാവും. ഇപ്പം 25 പീക്ക് വരുന്നത്. 25 പീക്കിന് നിങ്ങൾക്ക് 500 ടൈഡൽ വോളിയം കിട്ടുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോയിന്റ് അതാ. സപ്പോസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈഡൽ വോളിയം വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഇൻക്രീസ് PCV. ഓക്കെ, അടുത്ത മോഡിലേക്ക് പോവാം. SIME എക്സ്പ്ലെയിൻ ചെയ്തേ. പ്രഷർ കൺട്രോൾ മോഡ് തന്നെ. SIMEയിൽ തന്നെ പ്രഷർ കൺട്രോളുണ്ട്, വോളിയം കൺട്രോളുണ്ട്. പ്രഷർ കൺട്രോൾ വിത്ത് വോളിയം സപ്പോർട്ട്, പ്രഷർ സപ്പോർട്ട്. അതുപോലെ തന്നെ വോളിയം കൺട്രോൾ വിത്ത് പ്രഷർ സപ്പോർട്ട്. അങ്ങനെ 2 മോഡാണുള്ളത്. നമുക്ക് പ്രഷർ കൺട്രോൾ മോഡ് നോക്കാം. ഓക്കെ, എൻ്റർ അടിക്കുന്നു. ബ്രെത്ത് പെർമിറ്റ് ചോദിക്കുന്നു. ഐ റേഷ്യോ 1:2. PCV ചോദിക്കുന്നു, കാരണം പ്രഷർ കൺട്രോൾ മോഡാണ്. PCV. അടുത്തത് PSV, സപ്പോർട്ട് വെന്റിലേഷൻ. അതായത് പേഷ്യൻ്റ് എന്തെങ്കിലും എഫേർട്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് കൊടുക്കുന്ന സപ്പോർട്ട് പ്രഷറാണ് ഇത് ചോദിക്കുന്നത്, അല്ലേ? മനസ്സിലായോ? അതാണ് PSV, പ്രഷർ സപ്പോർട്ട് വെന്റിലേഷൻ ആണ്. ഓക്കെ, 15. ഓക്കെ, ട്രിഗർ ചെയ്യേണ്ടത് പേഷ്യന്റിനെ ട്രിഗർ ചെയ്യേണ്ട ഫ്ലോയിൽ വേണോ അതോ എടുക്കുന്ന ആ പ്രഷറിലാണോ ട്രിഗർ? നോർമലി നമ്മൾ പ്രഷറായി യൂസ് ചെയ്യുന്നത്. പ്രഷർ സാധാരണ സെറ്റ് ചെയ്യുക 1.5 to 2.5 ഒരു ആ റേഞ്ചിലാണ് സാധാരണ വയ്ക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ 2 പ്രഷർ സെറ്റ് ചെയ്ത് 40 ആയി കഴിഞ്ഞു. ഇപ്പോൾ മെഷീൻ SIME പ്രഷർ കൺട്രോൾ വിത്ത് പ്രഷർ സപ്പോർട്ട് ആ മോഡിലാണ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, SIME മോഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതിപ്പം ഈ എന്തുകൊണ്ട് അഗ്നി അലാം വന്നു? നമ്മൾ ഉപയോഗിക്കുന്ന മോഡ് SIME ആണ്. പേഷ്യൻ്റ് എഫേർട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നമുക്ക് അഗ്നി അലാം വരണം. അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അലാം വന്നുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് പേഷ്യൻ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ വിത്ത് ദിസ് മോഡ്. യു ഹാവ് ടു ചേഞ്ച് ടു മാൻഡേറ്ററി വെന്റിലേഷൻ. ഓക്കെ, CV മോഡിലേക്ക് മാറ്റണം. അതാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? 15 കൊടുത്തു SIME. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മോഡിൽ BPM നിങ്ങൾ എത്രയാണോ സെറ്റ് ചെയ്യുന്നത് അത് കോൺസ്റ്റന്റ് ആയിരിക്കും, റിമെയിൻസ് കോൺസ്റ്റന്റ്. സപ്പോസ് പേഷ്യൻ്റ് 2 എണ്ണം എടുത്തെന്ന് വെച്ചു, ബാക്കി 13 മെഷീൻ കൊടുക്കുള്ളൂ, കാരണം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന 15 ആണ്. ഓക്കെ, ഇതാണ് അസിസ്റ്റ് മോഡും ഇതും തമ്മിലുള്ള വ്യത്യാസം. അസിസ്റ്റ് മോഡിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ നമുക്കൊരു ഡിസ്കഷൻ ഉണ്ടായതാണ്. അസിസ്റ്റ് മോഡിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് എത്ര എഫേർട്ട് എടുക്കുന്നോ ആ സ്പോണ്ടേനിയസ് ബ്രെത്ത് അഡീഷണൽ ആയിട്ട് കൊടുക്കും. ഇൻ അഡീഷൻ ടു ദി നമ്മുടെ സെറ്റിംഗ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഫോർ എക്സാമ്പിൾ SIME മോഡിൽ ഞാൻ പറഞ്ഞു ഇത് 15. സപ്പോസ് ഈ BPM സ്പോണ്ടേനിയസ് മീൻസ് ബ്രെത്ത് പെർ മിനിറ്റ് സ്പോണ്ടേനിയസ് ബ്രെത്ത് ആണ്. അത് പേഷ്യൻ്റ് എടുക്കുന്ന ബ്രെത്താണ്. ഞാനിത് പേഷ്യനെ ട്രിഗർ ചെയ്യിപ്പിക്കണം. ഇതാ ഒന്ന് വന്നു, ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ 1 മിനിറ്റിൽ നമ്മൾ ആ പേഷ്യൻ്റ് 15 ബ്രെത്ത് കൊടുക്കുന്നു. ഓക്കെ, അതിൽ 2 സ്പോണ്ടേനിയസ് പേഷ്യൻ്റ് തന്നെ എടുത്തു, ബാക്കി 13 മെഷീൻ കൊടുക്കുന്നു. ക്ലിയർ ആയ പോയിന്റ്? ഇനി അസിസ്റ്റ് മോഡാണെങ്കിൽ ഈ 15 പ്ലസ് പേഷ്യൻ്റ് 2 എടുത്തു, 17 ആ പേഷ്യൻ്റ് ഉണ്ടാവും, 17 ബ്രെത്ത് ഉണ്ടാവും.
CMU അത് അസിസ്റ്റ് മോഡാണെങ്കിൽ ടോട്ടൽ 18. മാഡം അങ്ങനെ ആ ഒരു കണ്ടീഷൻ ഒന്ന് മാഡം ആലോചിച്ച് നോക്കി, അത് പേഷ്യന്റിന് ശരിക്കും കംഫർട്ടബിൾ ആവുമോ? നിങ്ങൾ റെഡ്യൂസ് ചെയ്യും. യൂഷ്വലി അങ്ങനെ കാണിക്കാറുണ്ട്, ഇവിടെ 33, 40 ഒക്കെ കാണിക്കാറുണ്ട്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന മോഡാണ് PSPC. അതിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ബ്രസ്റ്റ് പേഷ്യന്റ് കിട്ടും. അഡീഷൻ ടു ദാറ്റ് പേഷ്യന്റ് എത്ര എടുക്കുന്നു കോൺസ്റ്റന്റ് ആയിരിക്കും, റിമെയിൻസ് കോൺസ്റ്റന്റ്. പേഷ്യന്റ് 5 എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 10 മെഷീൻ കൊടുക്കുള്ളൂ. ഇനി അത് കിട്ടുന്നത് പോലും സിൻക്രണൈസേഷനും ഉണ്ടാവും, സ്പോണ്ടേനിയസ് ബ്രീത്തും ഉണ്ടാവും, അതായത് സപ്പോർട്ട് വെന്റിലേഷൻ ഉണ്ടാവും. സിൻക്രണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എക്സ്പിറേറ്ററി, ഇത് ഇൻസ്പിറേറ്ററി, ഇത് എക്സ്പിറേറ്ററി ആണല്ലോ. സപ്പോസ് ഈ ഹാഫ് കഴിഞ്ഞിട്ടാണ് പേഷ്യന്റ് എഫേർട്ട് വരുന്നതെന്ന് വെച്ചു, അത് സിൻക്രണൈസേഷൻ ആയിട്ട് മാറും. അതായത് ഈ ഇതിനെ ഇങ്ങോട്ട് വരും, അടുത്ത ആ ഇതുണ്ടല്ലോ എടുക്കേണ്ട ആ ടൈം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതാണ് സിൻക്രണൈസേഷൻ. ഐ മീൻ ഈ എക്സ്പിറേറ്ററി ടൈമില് ഹാഫ് ടൈം കഴിഞ്ഞിട്ടാണ് പേഷ്യന്റ് ട്രിഗർ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി അതല്ല, അതിന് മുമ്പാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നെക്സ്റ്റ് ഉള്ള ബ്രത്തിനെ കളയും, അവോയ്ഡ് ചെയ്യും. അതായത് നമ്മളല്ല, ഈ ഹാഫിന് മുമ്പാണ് പേഷ്യന്റ് ട്രിഗർ ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ഈ എന്താ പറയുക ബ്രത്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കും പേഷ്യന്റ്. എന്നിട്ട് നെക്സ്റ്റ് ഉള്ള സംഭവം ഉണ്ടല്ലോ അതിനെ അവോയ്ഡ് ചെയ്യും. അതേസമയം ഈ ഹാഫ് കഴിഞ്ഞിട്ടാണ് ട്രിഗർ വരുന്നതെങ്കിൽ ഇതിന്റെ അപ്പോൾ സിൻക്രണൈസേഷനായി ഇതിനെ തന്നെ അങ്ങോട്ട് ഈ എവിടെയാണ് ട്രിഗർ വന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക മാത്രമേ ചെയ്യൂ, അവോയ്ഡ് ചെയ്യല്ലേ ചെയ്യും. തിരിച്ചാണെങ്കിൽ അവോയ്ഡ് ചെയ്യും. അപ്പോഴാണ് ഇത് കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ക്ലിയർ ആയില്ലേ അത്? ഓക്കെ. സോ നമുക്ക് മുമ്പ് ഈ അഗ്നിയാല വരുന്നതിന്റെ കാരണം പേഷ്യന്റ് എഫേർട്ട് ഇല്ല. ആ എഫേർട്ട് വന്നപ്പോൾ അഗ്നിയാലാൻ പോകും. ഉദ്ദേശിക്കുന്നത് അതായത് ഞാനിപ്പം പേഷ്യന്റ് ട്രിഗർ ചെയ്യും, ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത് ഇൻസ്പിറേറ്ററി. അത് മൈനസ് കാണിച്ചുകൊണ്ടായിരിക്കും മാഡത്തിന്റെ കൺഫ്യൂഷൻ. മൈനസ് മീൻസ് എടുക്കുന്നതുകൊണ്ട്, ഉള്ളിലേക്ക് എടുക്കുന്നതുകൊണ്ട് അവർ തന്നെ പറയും, ഞങ്ങൾ തന്നെ ചില സമയത്ത് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കാറുണ്ടെന്നാണ്. കാരണം അത്രയും ലങ്സ് എന്താ പറയുക പ്രശ്നങ്ങൾ, ഡാമേജുകളും നമ്മൾ ഉദ്ദേശിക്കാതെ സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പേഷ്യന്റ് കേട്ടോ, വേറെ യാതൊരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ എന്താണ് ഇതിൻ്റെ ഈ പാരാമീറ്ററിൽ മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ സെറ്റ് ചെയ്ത PSV കാണിച്ചു, PCV കാണിക്കുന്നു, പിന്നെ PP കാണിക്കുന്നുണ്ട്, മിനിറ്റ് വോളിയം, എക്സ്പെക്ടഡ് ഡെഡ് വോളിയം, BPI, BPM, ഒരുവിധ എല്ലാ പാരാമീറ്ററുകളും ഇതിന് ഈ മോഡിന് ബാധകമാണ്. ഓക്കെ. ഇനി SIV-BC കാണിക്കണം. ആകെ ചേഞ്ച് ഈ PCVക്ക് പകരം BPI ഉണ്ടാവും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കി എല്ലാ സെറ്റിങ്ങും സെയിം. ഓക്കെ. ഇനി അടുത്ത മോഡ് കോട്ടൺ മോഡിലേക്ക് നമുക്ക് പോകാം. അസിസ്റ്റ് മോഡ്, ഇതാണ് ഞാൻ പറഞ്ഞ അസിസ്റ്റ് മോഡ്. അസിസ്റ്റ് PC ഉണ്ടാവും, അസിസ്റ്റ് VC ഉണ്ടാവും. അസിസ്റ്റ് PC മീൻസ് പ്രഷർ കൺട്രോളായി, മറ്റേത് വോളിയം കൺട്രോളായി. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പേഷ്യന്റ് എത്ര ബ്രത്ത് എടുക്കുന്നോ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മുടെ സെറ്റിംഗും കൂടെ ഉണ്ടോ അസിസ്റ്റ് മോഡ്. അതുകൊണ്ടാണ് ഇത് കൂടുതൽ ന്യൂറോ കേസുകളിലാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ. PRVC-യിലേക്ക് നടക്കണം. PRVC PRVC ഇത് പ്രഷർ റെഗുലേറ്റഡ് വോളിയം കൺട്രോൾ വിത്ത് വോളിയം സപ്പോർട്ടാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ PRVC ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ മോഡൽ സിൻക്രണൈസേഷൻ ഇല്ല, ഞാൻ അതിലേക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം ലേറ്റർ ആയിട്ട്. പ്രഷർ റെഗുലേറ്റഡ് വോളിയം കൺട്രോൾ വിത്ത് വോളിയം സപ്പോർട്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, സപ്പോസ് ഈ പേഷ്യൻ്റ് എനിക്ക് വേണ്ടിയത് 400 ആണ് ടൈഡിൽ വോളിയം വേണ്ടിയത്. പേഷ്യൻ്റ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ സ്റ്റാർട്ടിങ് തന്നെ മിനിമം ഒരു പ്രഷർ കൊടുത്തിട്ട് ഈ ടൈഡിൽ വോളിയം 400 എത്തുന്നുണ്ടെന്ന് നോക്കും. ഇല്ലയോ അടുത്ത സ്റ്റെപ്പിൽ 3 cmH ഇൻക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 10 എന്നുള്ളത് 13 ആക്കും. 13 ആക്കിയിട്ട് എഗെയിൻ മിഷൻ വിൽ ചെക്ക് വെദർ ഇറ്റ് ഹാസ് റീച്ച് 400. ഓക്കെ. അതായത്
അതായത് അതുകൊണ്ടാണ് അതിനെ പ്രഷർ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓരോ ബ്രത്തിൽ ഇത് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ കൂട്ടി സപ്പോസ് 16 എത്തിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച 400 എന്നുള്ള തേടുകൾ എനിക്ക് കിട്ടിയെങ്കിൽ മെഷീൻ അവിടെ കോൺസ്റ്റന്റ് ആയി. ദാറ്റ് മീൻസ് 16 സി വെച്ചിട്ട് 400 തേടുകൾ. ഇനി അഗെയിൻ കോവിഡ് പേഷ്യൻസ് ഇറഗുലർ ആണ് അവരുടെ ലങ്സ്, നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴെന്താ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. ആ 16 സെറ്റ് ചെയ്തേക്കുന്ന ഇരിക്കുന്ന നേരത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 400 എന്നുള്ളത് 450 ആയി. ഓക്കെ, നമ്മുടെ കൺസേൺ എപ്പോഴും വോളിയം കൺട്രോളാണ്. വോളിയമാണ് നമ്മൾ, അതുകൊണ്ടാണ് വോളിയം സപ്പോർട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. വോളിയം മേക്ക് ഷുവർ ചെയ്യും എപ്പോഴും. അപ്പോൾ എന്തായി, നമുക്ക് വേണ്ടിയത് 400 ഉള്ളൂ. 16 പ്രഷർ ഇരിപ്പുണ്ട്. മെഷീൻ എന്തായി, കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷനായി. മെഷീൻ എന്ത് ചെയ്യും, 16 നിന്ന് നേരെ 13 ആക്കിയിട്ട് എത്രയാണ് പറ്റുന്നത് അതിലേക്ക് സെറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ പ്രഷർ റെഗുലേറ്റഡ് വോളിയം കൺട്രോൾ എന്ന് പറയുന്നത്. PRVC വിത്ത് വോളിയം സപ്പോർട്ട്. ദാറ്റ് മീൻസ് നമ്മൾ എന്താണ് വോളിയം, ആ വോളിയം മെഷീൻ മേക്ക് ഷുവർ ചെയ്യും. അതിനനുസരിച്ച് പ്രഷർ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ മെഷീനിൽ PRVC വിത്ത് VS-ന്റെ സിങ്കർണൈസേഷൻ എന്ന് പറയുന്ന സംഭവമില്ല. അത് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇത് PRVC വിത്ത് അസിസ്റ്റ് മോഡാണ്. ഓക്കെ, PRVC വോളിയം സപ്പോർട്ട് വിത്ത് അസിസ്റ്റ് മോഡ്. അതായത് ഇവിടെ ഈ പേഷ്യന്റിന് സപ്പോസ് എഫേർട്ട് ഉണ്ടെന്ന് വയ്ക്കുക. എഫേർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ബ്രത്ത് 15. ഓക്കെ, ബ്രത്ത് ഒരു 10 ഉണ്ടെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 15 + 10 25 ബ്രത്തായിട്ട് അത് മാറും. അസിസ്റ്റ് മോഡാണ്. PRVC വിത്ത് അസിസ്റ്റ് ആണ്, സിങ്കർണൈസേഷൻ അല്ല. സിങ്കർണൈസേഷൻ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു, മറ്റേ 15 എന്നുള്ള 15 ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. മനസ്സിലായി? ഇതിൽ സിങ്കർണൈസേഷൻ എത്രയുള്ള അസിസ്റ്റ് ആണ്. അതായത് ബേസിക്കലി PRVC വിത്ത് അസിസ്റ്റ് മോഡാണ്. APRV ഇത് എയർ പ്രഷർ റിലീസ് വെന്റിലേഷൻ എന്ന് പറഞ്ഞ മോഡാണ്. ഞാൻ ഇനി ഇത് CPAP സ്പോണ്ടേനിയസ് CPAP വിത്ത് പ്രഷർ സപ്പോർട്ടാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇൻവേസീവ് മോഡാണ്. എക്സ്പ്ലെയിൻ ചെയ്യാം വേണോ? ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, എല്ലാ മെഷീനും ഉള്ളതുപോലെ തന്നെ ഇൻവേസീവ് ആണ്. ഇത് ഫസ്റ്റ് മോഡ് തന്നെ CPAP ആണ്. കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ ഉണ്ടാവും. പക്ഷെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് CPAP മോഡിലിരിക്കുന്ന പേഷ്യന്റ് ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു ബാഡ് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സപ്പോർട്ട് അതായത് ബാക്കപ്പ് വെന്റിലേഷൻ കൂടി ഉണ്ടാവും. അതായത് ആ പേഷ്യന്റിന് മാൻഡേറ്ററി വെന്റിലേഷൻ ആണ് വേണ്ടിയെങ്കിൽ മാൻഡേറ്ററിയിലേക്ക് പോകും. ഇനി അതല്ല, സപ്പോർട്ട് വെന്റിലേഷൻ മാത്രമേ വേണ്ടിയുള്ളൂ, അങ്ങനെയുണ്ടെങ്കിൽ സപ്പോർട്ട് വെന്റിലേഷനിലേക്ക് പോകും ഓട്ടോമാറ്റിക്കലി. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ, വെറും CPAP-ൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ദർ ഇസ് നോ ഫീഡ്ബാക്ക് അറ്റ് ഓൾ. പേഷ്യന്റ് ഒരു ബാഡ് സ്റ്റേജിലേക്ക് പോകുന്നത് നമുക്ക് മനസ്സിലാവുകയില്ല. ഐദർ യു ടു അല്ലെങ്കിൽ എന്ത് ചെയ്യണം, മോണിറ്ററിംഗ് നിങ്ങൾക്ക് റീഡിങ് കിട്ടണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അല്ലാത്തത്രയും കാലം നമ്മൾ അറിയുക പോലും ഇല്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതിന് ആ ബാക്കപ്പ്. അപ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ സപ്പോർട്ട് വെന്റിലേഷന് പാരാമീറ്ററും സെറ്റ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ മാൻഡേറ്ററി വെന്റിലേഷൻ പാരാമീറ്ററിലും ഇത് സെറ്റ് ചെയ്തിരിക്കും. ഇനി തിരിച്ച് സപ്പോസ് CPAP-ൽ ഇരുന്നു ഈ പറഞ്ഞ സപ്പോർട്ട് വെന്റിലേഷനിലേക്ക് പോയി, അല്ലെങ്കിൽ മാൻഡേറ്ററി വെന്റിലേഷനിലേക്ക് പോയെന്ന് വയ്ക്കുക. അപ്പോൾ മാൻഡേറ്ററി വെന്റിലേഷനിൽ വെന്റിലേറ്റർ വർക്ക് ചെയ്തിട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പേഷ്യന്റ് തിരിച്ചു വന്നു, സ്റ്റേബിളായി. അപ്പോൾ നമുക്ക് എന്തായി, CPAP ആവശ്യമുള്ളൂ അല്ലേ? നമ്മുടെ ഉദ്ദേശം എപ്പോഴും വീനിങ് ആണ്. മെഷീൻ എന്ത് ചെയ്യും, നേരെ തിരിച്ച് റിവേഴ്സ് ചെയ്യും. ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ നമുക്ക് CPAP നോൺ ഇൻവേസീവ് ജസ്റ്റ് കാണിച്ചു തരാം. ആകെ ഒരു 2 പാരാമീറ്റർ കാണിക്കണം. ഒരു കണ്ടിന്യൂസ് പോസിറ്റീവ്, നത്തിങ്, ജസ്റ്റ് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ. ഓക്കെ, ഫേസ് മാസ്ക് എക്സാക്ട്ലി ഫേസ് മാസ്ക് വെന്റിലേഷൻ ആണ് CPAP നോൺ ഇൻവേസീവ്. അതായത് നമ്മൾ സെറ്റ് ചെയ്യുന്ന നോക്കാം, ബൈ ലെവൽ നോൺ ഇൻവേസീവ്. ബ്രത്ത് പെർ മിനിറ്റ് സെറ്റ് ചെയ്തു 1:2. EPAP നോർമലി 8 or 10 സെറ്റ് ചെയ്യുന്നു. ദെൻ IPAP ഇൻസ്പിറേറ്റഡ് പോസിറ്റീവ് പ്രഷർ ഉണ്ടാവും, സെറ്റ് ചെയ്തു. അപ്പോൾ 2 ലെവലിൽ പേഷ്യൻ്റ് ബ്രത്ത് എടുക്കും. ഓക്കെ, ഇവിടുന്ന് നോക്കി നിങ്ങൾ ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം. ഇതായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് EPAP, ഇതായിരിക്കും IPAP. ഈ മെഷീൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. സാധാരണ ഫ്ലോ സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമബിൾ ആണ്. മാഡം എന്ന് പറയുന്നത് ഇവർ അത് മെയിൻ്റനൻസ് ചെയ്യണം. ആക്ച്വലി ഇപ്പോൾ കോഡ് ടു കോഡ് ഓക്കെ, വേറൊരു എന്താ പറയുക പേഷ്യൻറ്റിലേക്ക് മാറ്റുവാണെങ്കിൽ എന്ത് ചെയ്യണം, ഡിസിൻഫെക്റ്റ് ചെയ്യണം നമ്മുടെ എക്സ്പിറേറ്ററി സൈഡ്. ഇവിടെ ഈ പാർട്ട് ടോട്ടലി ഓട്ടോക്ലേവുകളാണ്. ഓക്കെ, നമ്മുടെ ഇവിടെ ഫ്ലോ സെൻസർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഫ്ലൂയിഡ് കളക്ടറാണ്. അതായത് എന്തെങ്കിലും മോയ്സ്ചർ കണ്ടന്റ് ഈ ട്യൂബിൽ വന്നു കഴിഞ്ഞാൽ അത് കളക്ട് ആവും. അത് കഴിഞ്ഞാൽ നേരെ ഇത് ബാക്ടീരിയ ഫിൽറ്ററാണ്. ഈ ഫിൽറ്ററിൽ നിന്ന് ഇവിടെ ഒരു ഹീറ്ററുണ്ട്, ഹീറ്ററിൽ നിന്ന് ഫ്ലോ സെൻസർ വന്ന് അങ്ങനെയാണ് എക്സോസ്റ്റായിട്ട് പോകുന്നത്. സോ ഫ്ലോ സെൻസർ ഈസ് എന്താ പറയുക, ഇത് വെച്ച് പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ടാണ്
കോവിഡിൽ നിന്ന് ഇപ്പം വേറൊരു നോർമൽ പേഷ്യൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് അഴിച്ചിട്ട് ഇത് ഡിസിൻഫെക്റ്റ് ചെയ്യും. ഇത് ഏതാണ്ട് 150 പേഷ്യൻസ് 150 കേസസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് 150 സൈക്കിൾ നമുക്ക് ഇത് റൺ ചെയ്യാം. ഓക്കെ.